ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന CPIയുടെ നേതാവായിട്ടുള്ള മുൻ മന്ത്രി സി ദിവാകരൻ, ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ്, സഹോദരി സഹോദരന്മാരെ, തൊഴിലാളി സഹകരണ സുഹൃത്തുക്കളെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പിനാണ് ഏപ്രിൽ 10 കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അഴിമതിയിൽ മുങ്ങിയ ഒരു കേന്ദ്ര ഭരണം ലോകത്ത് തന്നെ അപമാനകരമായ അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ജനങ്ങളുടെ ജീവിതമാണെങ്കിൽ അങ്ങേയറ്റ ദുരിതത്തിലാണ്. എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് മാറണം, കോൺഗ്രസ് പരാജയപ്പെടണം എന്നത് സംബന്ധിച്ചെല്ലാം ഇവിടെ നേതാക്കന്മാർ വിശദീകരിക്കും. എപ്പോഴൊക്കെ കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിൽ നിന്ന് മാറ്റിനിർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെ BJP വരാതെ ഇന്ത്യക്കകത്തൊരു മതനിരപേക്ഷ സംവിധാനം അധികാരത്തിലേക്ക് വരുന്നതിന് അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി ന്യൂക്ലിയസായി എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ രൂപത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ക്രിയാത്മകമായി മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന കരുത്തുണ്ടാകേണ്ടതുണ്ട്. ആ കരുത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകുന്ന ഉത്തരവാദിത്തമുള്ള സംസ്ഥാനമാണ് കേരളം. 14ാം ലോകസഭ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം അംഗബലമുണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനും CPIക്കും മറ്റു പാർട്ടികൾക്കുമെല്ലാം മികച്ച അംഗബലമുണ്ടായിരുന്ന പാർലമെന്റാണ്. ആ 14ാം ലോകസഭയിൽ ആ രൂപത്തിൽ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് കരുത്തു പകരുന്ന പിൻബലം നൽകിയവരിൽ നല്ല പങ്ക് വഹിച്ചത് കേരളമാണ്. അവരെക്കാളും മെച്ചപ്പെട്ട വിജയം നേടിയെടുക്കേണ്ട പ്രാധാന്യമുള്ളൊരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ഈ മണ്ഡലത്തിൽ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ എറണാകുളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എന്തുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി? ഇടതുപക്ഷത്തിന് ആളില്ലാത്തത് കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നു. പല പ്രചാരവേലകളും മാധ്യമങ്ങളിൽ ഒരുക്കിയുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പാർട്ടിക്ക് മുന്നണിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ അല്ല എപ്പോഴും സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി അവരുടെ കർമ്മശേഷിയെ രാഷ്ട്രീയ നേതൃത്വത്തിന് കൂടി സഹായകരമാകുന്നതിന് ഉപയോഗിക്കാൻ ഒരു കാലത്തും മടി കാണിക്കാത്ത മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കോൺഗ്രസിന് അത്ഭുതകരമായിരിക്കാം, ഉള്ള സീറ്റിന് വേണ്ടി UDF ഇങ്ങനെ കണ്ടുപിടി കൂടുമ്പോ പുറത്തു നിന്നെടുക്കുന്ന ആളുകളെ എങ്ങനെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അത്ഭുതവുമില്ല. കാരണം കോൺഗ്രസിനകത്ത് ഇറങ്ങുമ്പോൾ പുറത്തുനിന്നൊരാളെ കുറിച്ച് ആലോചിക്കാൻ പറ്റും. കോൺഗ്രസിന് 1957 കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ലോകത്തിന് തന്നെ പുതിയ അനുഭവം പ്രദാനം ചെയ്ത VMS നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ച ഗവൺമെന്റ് ആ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതു പ്രസ്ഥാനം, സ്വതന്ത്രരായ സ്ഥാനാർത്ഥികൾ, നക്ഷത്ര തിളക്കമാർന്ന ഗോപുരത്തിന്റെ ഔചിത്യമുള്ള വിശ്വപൗരന്റെ രൂപത്തിൽ നിന്ന് പരിഗണിക്കാവുന്ന കൃഷ്ണയ്യ, വിദ്യാഭ്യാസ മേഖലയിൽ തിളക്കമേറിയ സംഭാവനകൾ നൽകിയിട്ടുള്ള മുണ്ടശ്ശേരി മാഷ്, സ്വതന്ത്രനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിലാണെന്ന് അദ്ദേഹം മത്സരിച്ചത്. ഡോക്ടർ മേനോനെപ്പോലെയുള്ള തിളക്കമാർന്ന വ്യക്തിത്വങ്ങൾ കേരളത്തിന് മാത്രമല്ല എറണാകുളത്തിനും അപരിചിതമുള്ളതല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. കർമ്മശേഷിയുടെയും ഈ മണ്ഡലത്തിന്റെയും ഈ മണ്ഡലത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ഏറെ ആദരവുകൾ നേടിയിട്ടുള്ള പ്രൊഫസർ സ്ഥാനമാണ് എറണാകുളത്തിന്റെ നിയമസഭ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വിവിധ മണ്ഡലങ്ങൾക്കകത്ത് തിളക്കമേറി നിൽക്കുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അന്ന് അദ്ദേഹത്തെ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോഴും പലരും ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ സ്വതന്ത്രമാർ അവതരിപ്പിക്കുന്നത്?
ഇന്ന് കേരളത്തിനും ഇന്ത്യക്കും അഭിമാനകരമായ രൂപത്തിൽ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ സുഭാഷ് പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ അവതരിപ്പിച്ചതാണ്. എല്ലാ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ തവണ ഞങ്ങൾ കണ്ടു അതിവേഗത്തിൽ വികസിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് എറണാകുളം. എറണാകുളം മണ്ഡലത്തിന്റെ വികസന സാധ്യതകളെ കുറെ കൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. 30 വർഷത്തിൽ 5 വർഷത്തെ ഫ്രഞ്ച് കാല കേസിന്റെ അപമാനകരമായ ഒരു ഘട്ടം ഒഴിവാക്കി കഴിഞ്ഞാൽ MLA ആയും MP ആയും സംസ്ഥാന മന്ത്രിയായും കേന്ദ്രമന്ത്രിയായും പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടും വികസന മുരടിപ്പിലൂടെ പോകാൻ നിർബന്ധിതമാക്കപ്പെട്ട ഒരു പ്രദേശമാണ് എറണാകുളം. അതിന് മാറ്റമുണ്ടാകണം. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ചെറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെറിയ വ്യത്യാസത്തിലാണ് ലോകസഭാ മണ്ഡലം പോയത്. അത് തിരിച്ചു പിടിക്കാൻ കഴിയണം. മുന്നണിക്ക് അപ്പുറത്തേക്കുള്ള നിഷ്പക്ഷരായ ശരിയായ രൂപത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള ഇങ്ങനെയുള്ള ആളുകൾ കൂടി നേതൃത്വത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തിന്റെ ഒരു പിന്തുണ ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്കകത്ത് മാത്രം ഒതുങ്ങുന്നവരല്ല. ഞങ്ങളിൽ നിന്ന് മാത്രം എല്ലാത്തിലേക്കും ആളുകൾ വേണമെന്ന് തീരുമാനിക്കുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സാഹിത്യകാരന്മാർ, സിനിമാ പ്രവർത്തകർ, സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകൾ, ഭരണ നൈപുണ്യമുള്ള ആളുകൾ, അഭിഭാഷക മേഖലയ്ക്കകത്ത് തിളക്കമുള്ള വ്യക്തിത്വങ്ങൾ, മാധ്യമരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആളുകൾ, ഇങ്ങനെ സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ അവരവരുടേതായ സംഭാവനകളാൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ കൂടി ഈ മുന്നണിയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അവരിലാണ് ഞങ്ങൾ ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിലേക്ക് എത്തിയത്. ഒരു സിവിൽ സർവീസ് മേഖലയിൽ തെരഞ്ഞെടുത്ത ആൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും ഔന്നത്യമുള്ള മേഖല. അപൂർവമായി മലയാളി എത്തിച്ചേർന്ന രാഷ്ട്രപതിയുടെ സെക്രട്ടറി വരെയുള്ള തലങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും ഈ നാടിനെ സ്നേഹിക്കുകയാണ്. കോർപ്പറേഷന്റെ കൗൺസിലർ മുതൽ MLA-മാർ, MP-മാർ, സാധാരണക്കാർ വരെ ഡൽഹിയിലേക്ക് ചെല്ലുമ്പോൾ രാഷ്ട്രപതിയുടെ ആ വലിയ മന്ദിരത്തിന്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് എപ്പോഴും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വീകരിച്ച് ആതിഥേയത്വവരുടെ വ്യക്തിത്വം. അധികാരത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും നാടിന്റെ വികസനത്തെയും സാധാരണക്കാരുടെ ജീവിത നിലവാരത്തെയും കുറിച്ചും എപ്പോഴും ചിന്തിച്ച ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ച വ്യക്തിത്വം ക്രിസ്റ്റി ഫെർണാണ്ടസ്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഈ മണ്ഡലം ഏറെ കാലമായി കാത്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ്. ആർക്കെങ്കിലും സംശയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ ഉയർന്നു വന്ന എല്ലാ ചോദ്യങ്ങൾക്കും വിനയത്തോടെ ആഴത്തിൽ അപഗ്രഥിച്ചുകൊണ്ട് അദ്ദേഹം വലിയ മറുപടി, ഈ മണ്ഡലം ഈ സ്ഥാനാർത്ഥിയെ ഏറ്റെടുക്കുന്ന യമതിരുവാണ്. ഇവിടെ തിങ്ങിക്കൂടിയിരിക്കും ജനാവലി. എറണാകുളം പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകളുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം ജനിക്കുന്ന ഈ വിപുലമായ ജനപങ്കാളിത്തം ഇത് പ്രഖ്യാപിക്കുന്നത് ഇത്തവണത്തെ വിധിയുമുള്ളത് മാറ്റത്തിനാണ്. ഞങ്ങൾ പറയുന്നു, മാറ്റത്തിനൊരു വോട്ട്. എറണാകുളം മണ്ഡലത്തിന്റെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും മാറ്റത്തിനൊരു വോട്ട്. വോട്ട് ഫോർ ചേഞ്ച്. അവന് പറ്റുന്ന സ്ഥാനാർത്ഥി, ഈ മണ്ഡലം കാത്തിരുന്ന സ്ഥാനാർത്ഥി, അവന് പറ്റുന്ന വ്യക്തിത്വം ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ മണ്ഡലം ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ ഏറ്റെടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് C. ദിവാകരനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു.